ഇന്ന് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് കേട്ടോ. രാവിലെ തന്നെ ഇതാ ഞാൻ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരുന്ന വരികയാണ് കേട്ടോ. ഹസ്ബൻഡിന് ഭയങ്കര പനിയായിട്ട് കിടപ്പിലാണ്. നമ്മുടെ വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇഫ്താർ ഷോക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ താമസിക്കുന്നേ ഇല്ല. ഇപ്പം നമ്മുടെ വീട് പണി എന്തായെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു രൂപത്തിലെത്തിയിട്ടുണ്ട്. നിലത്ത് മാർബിൾ വിരിക്കുകയാണ് കേട്ടോ. അപ്പം അവരിപ്പോൾ ബാങ്ക് വിളിക്കാനാവുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്ന സമയത്തേനും വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ട് അതൊക്കെ ഇറക്കിയിട്ട് പിന്നെ ഞാനും ഹസ്ബൻഡും ഷാസിലും കൂടെ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവായതുകൊണ്ടാണ് ഞാനിപ്പം കാര്യമായിട്ട് വ്ളോഗൊന്നും ഇടാത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യത്തെ നോമ്പുത്ര പുറത്തുനിന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്തു. അപ്പോൾ ദാ ഉമ്മാനെയും ഷിബ്ലാനെയും സിയാനെയും ഒക്കെ മുത്തുമ്മാൻ്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അനിയത്തിയുടെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അനിയത്തിയുടെ വീട്ടിലാണ് ഇന്നത്തെ നോമ്പുത്ര. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്ന സമയത്തേനും എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 3 ഡ്രിങ്ക്സും 2 സ്നാക്സും ഫ്രൂട്ട്സും കസ്റ്റാർഡും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും നോമ്പ് നോറ്റ് ക്ഷീണിച്ച് ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് അവസാനം നമ്മുടെ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഞാൻ ഈന്തപ്പഴം വെള്ളവും വെച്ചിട്ട് നോമ്പ് തുറന്നിട്ട് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ മഗ്‌രിബും ഇശാവും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. അപ്പോൾ ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.